ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മാനേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ് ആണ്. അതായത് കുറച്ച് മര്യാദകൾ. നമ്മൾ കോൺവെർസേഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷനിലായിക്കോട്ടെ നമ്മൾ എന്തൊക്കെ മര്യാദകളാണ് കാണിക്കേണ്ടത്, അത് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മര്യാദ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്, കുറേ ടേംസ് ഉണ്ട്. നമുക്കതിൽ കുറച്ചെണ്ണം ഇപ്പം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ആഫ്റ്റർ യു. ഇതെവിടെയാണ് യൂസ് ചെയ്യുക? നമുക്ക് ആദ്യം ഒരു കോണ്ടെക്സ്റ്റ് എടുക്കാം, ഒരു സിനാരിയോ എടുക്കാം. അതിൽ നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ കയറി പൊക്കോളൂ എന്ന് പറയും. ഏജ് കൺസിഡർ ചെയ്ത് മാത്രം കേട്ടോ, അല്ലെങ്കിൽ ആരും വരിന്നൊന്നും മാറി കൊടുക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷേ ഏജ് കൺസിഡർ ചെയ്തിട്ട് പ്രായമായ ആളല്ലേ, വേഗം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാം എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ആഫ്റ്റർ യു. അതായത് നിങ്ങൾ പൊക്കോളൂ, നിങ്ങളുടേത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഇതാണ് ആ ടേമിന്റെ അർത്ഥം. അടുത്ത വേർഡാണ് അലൗ മീ. ഇതെവിടെയാ യൂസ് ചെയ്യുക? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. ഒരു സ്ത്രീ ഒരു കവറ് നിറയെ വെജിറ്റബിൾസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. പെട്ടെന്ന് അവരുടെ ആ കവറ് പൊട്ടി വെജിറ്റബിൾസ് ഒക്കെ താഴെ വീണ് പോകുന്നു. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലേ? അതായത് അതൊന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ലേ? അപ്പോൾ എടുത്തു കൊടുക്കാൻ ഞാൻ സഹായിക്കാം അല്ലെങ്കിൽ എന്നെ അനുവദിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൗ മീ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പം നമ്മൾ സഹായിക്കുകയാണ്. ആ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പെർമിഷൻ ചോദിക്കുന്നതിന് പകരമാണ് അലൗ മീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടി നിൽക്കുന്നത് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള പോലെ അലൗ മീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം. അടുത്തത് എക്സ്ക്യൂസ് മീ. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ഉദാഹരണം നോക്കാം. നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തെത്തി, ഒരു ഏരിയ, അവിടെ നമുക്കൊരു വീട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു 2-3 ആൾക്കാർ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കാണുകയാണ്. നേരെ കയറി ചെന്ന് ആ വീട് എവിടെയാ എന്ന് ചോദിക്കാൻ പാടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നോക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പകരമാണ് ഈ എക്സ്ക്യൂസ് മീ യൂസ് ചെയ്യുന്നത്. അതൊരു മര്യാദയുടെ ടേമാണ്. അപ്പോൾ എക്സ്ക്യൂസ് മീ, ഈ വീട് എവിടെയാണ്, അങ്ങനെ വേണം നമ്മൾ ചോദിക്കാൻ. അതായത് നമുക്ക് ചോദിക്കാം, എക്സ്ക്യൂസ് മീ, ഡു യു നോ ദിസ് അഡ്രസ്? നിങ്ങൾക്ക് ഈ അഡ്രസ് അറിയോ? മനസ്സിലായില്ലേ? അടുത്ത ടേമാണ് പാർഡൻ. ഇതെവിടെ ഉപയോഗിക്കുക? നമുക്ക് നോക്കാം. ഒരു സിറ്റുവേഷൻ, അതായത് 2 പേര് നിന്ന് സംസാരിക്കുകയാണ്. അതിൽ അപ്പുറത്തെ ആൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ 1-2 സംഭവങ്ങൾ നമ്മൾ കേട്ടില്ലേ ശരിക്കും. അപ്പോൾ ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർഡൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പുറത്തുള്ള ആൾ പറഞ്ഞത് നമുക്ക് കേട്ടില്ലെങ്കിൽ എന്താ പറയുക? നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഒന്നും കൂടി ആവർത്തിച്ച് പറയൂ എന്ന് നമ്മൾ പറയും. ഇത്രയും ലോങ് ആയിട്ടുള്ള സെന്റൻസ് പറയുന്നതിന് പകരം പാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല, അത് ഒന്നും കൂടി പറയണം. ഓക്കെ അല്ലേ? അടുത്ത വേർഡാണ് പ്ലീസ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലേ? ശരിക്കും ഇതിന്റെ ഉപയോഗം എങ്ങനെയാ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ, അതായത് നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യം വേറൊരാളെ കൊണ്ട് നടത്തിയെടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ? പ്ലീസ് വെച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻഡ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മളുടെ ഇപ്പുറത്തിരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ്, സമയം എത്രയായി? അപ്പം നമ്മൾ എങ്ങനെയാ പറയാ? ടൈം പ്ലീസ്, അങ്ങനെയല്ലേ ചോദിക്കുക ഏറ്റവും ഷോർട്ടായിട്ട്. അപ്പോൾ ടൈം അറിയേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. വേറൊരാളെ കൊണ്ട് നമുക്കൊരാവശ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് മര്യാദയുടെ സ്വരത്തിൽ പ്ലീസ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ചോദിക്കാൻ. അടുത്ത വേർഡാണ് സോറി. പ്ലീസ് പോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ് സോറി. കാരണം മനുഷ്യരല്ലേ, അബദ്ധങ്ങൾ പറ്റും, സോറി പറയേണ്ടി വരും. നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? സോറി പറയണം. ഉദാഹരണത്തിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ കൊളീഗ് ഓഫീസിലെത്താൻ ലേറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് പറയാം, സോറി, എൻ്റെ മിസ്റ്റേക്കാ, ഞാൻ ലേറ്റായ കാരണമാണ് നീ ലേറ്റായത്, സോറി. അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ധൃതി പിടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോവാണ്.
ആ സമയത്ത് ഓപ്പോസിറ്റ് വന്ന ആളുടെ മേല് നമ്മളൊന്ന് തട്ടി. എന്താ പറയണ്ടേ? സോറി പറയണം അല്ലേ? പക്ഷേ ഈ ദേഹത്ത് മുട്ടുന്ന കേസിലുണ്ടല്ലോ സോറി പറയുന്ന ആൾക്കാർ വളരെ കുറവല്ലേ. കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി ആരടാ നീ എന്നുള്ള ഭാവത്തിൽ നോക്കുന്ന ആൾക്കാരെ നോക്കി പേടിപ്പിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്ക് ചെയ്യേണ്ടത് എന്താണ്? സോറി എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിടുക. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ശരിയല്ലേ? അടുത്ത വേർഡാണ് താങ്ക് യു. ആരെങ്കിലും നമ്മളെ എങ്ങനെയെങ്കിലും സഹായിച്ചാൽ നമ്മൾ തിരിച്ചു പറയേണ്ട വേർഡാണ് എന്ത്? താങ്ക് യു. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അതായത് വേറൊരാളെ കൊണ്ട് നമുക്ക് എന്തൊരു ഉപകാരം ഉണ്ടായാലും നമ്മൾ താങ്ക് യു പറയും. താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപകാരം ചെയ്തു തന്ന ആളുണ്ടല്ലോ, ആൾക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു തന്നാൽ താങ്ക് യു പറയാനൊന്നും മടിക്കണ്ട, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. അടുത്ത വേർഡ് നോ മെൻഷൻ. ഇതെപ്പോഴാ യൂസ് ചെയ്യുക? അതായത് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്തു, വളരെ ചെറിയ സഹായ, അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ആ ചെയ്തു കൊടുത്ത സഹായത്തിന് ഒരു നന്ദി പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ്, ഏയ് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നോ മെൻഷൻ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ 2 പെന്നുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ പെന്നിലെ മഷി തീർന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചു, നിന്റെ കയ്യിൽ 2 പെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് തരുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ 2 പെന്നുണ്ടല്ലോ, അപ്പൊ അതിലത്തെ ഒരു പെന്ന് ആ ആൾക്ക് കൊടുക്കും. നമുക്ക് എഴുതാൻ 2 പെന്നിന്റെ ആവശ്യമില്ല, നമുക്ക് എഴുതാൻ ഒറ്റ പെന്ന് മതി. പക്ഷേ പെന്നില്ലാതിരുന്ന ആ കുട്ടിക്ക് പെന്ന് കിട്ടുമ്പോൾ അത് നമ്മളുടെ വക ഒരു ഹെൽപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ കുട്ടി ആ കുട്ടിയുടെ മര്യാദയിൽ ഒരു താങ്ക് യു പറയും. ആ താങ്ക് യു പറയുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പറയാവുന്നതാണ് എന്ത്? നോ മെൻഷൻ. ഏയ് താങ്ക് യുവിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു അർത്ഥത്തിലാണ് ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വിത്ത് ഗ്രേറ്റ് പ്ലഷർ. ഇത് നമ്മൾ എവിടെയാ യൂസ് ചെയ്യുക? അതായത് ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, അപ്പോൾ ഈ സഹായം ചെയ്തു തരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ച് മറുപടി പറയുന്നതിന് പകരം യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത്? വിത്ത് ഗ്രേറ്റ് പ്ലഷർ. ഉദാഹരണത്തിന് ഒരാള് നമ്മളുടെ ബോട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ബോട്ടിൽ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വിത്ത് ഗ്രേറ്റ് പ്ലഷർ. നിനക്കിത് തരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.